അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ കണ്ടിട്ട്, 2-3 ദിവസമായില്ലേ, കുറച്ച് തിരക്കില്ലേനു. അപ്പം ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് മന്തി ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതിന് നമുക്ക് കുക്കറിലേക്ക് ഒരു ക്യാപ്സിക്കം, അതുപോലെ ഒരു വലിയ ഉള്ളി, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, ഇത് രണ്ടും ഒരേപോലെ എടുക്കാം. പിന്നെ ഓൾ സ്പൈസസ്, പിന്നെ അറബിക് മസാല അല്ലേ, മന്തി മസാല, അതിടാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓപ്ഷനിലാണ് കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ 2 ചിക്കൻ സ്റ്റോക്കും കൂടി ചേർക്കണേ. അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം, കാരണം ചിക്കൻ സ്റ്റോക്കിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ടാവും. പിന്നെ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ റൈസുക്കും കൂടി വേണ്ടിയില്ല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ. എന്നിട്ട് ബീഫ് നല്ലോണം വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു പാത്രത്തേക്ക് ഈ ബീഫ് ആദ്യം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ ബീഫിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിക്കണം, വേവിച്ചിട്ട് 2 ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഫുഡ് കളർ വേണ്ടവർക്ക് അത് ചേർക്കുക. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി വെള്ളത്തിൽ കലക്കേണ്ട, അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തിട്ട് 1 അരമണിക്കൂർ ദം ചെയ്ത് വെക്കുക. ബീഫ് മന്തി അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കില്ലേ. താങ്ക് യു.